ഹലോ എവ്രി വൺ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ ഇൻ്റർവ്യൂ ഒന്നും അല്ല കേട്ടോ, ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ലി ടോക്കാണ്. ഞങ്ങൾ കഴിഞ്ഞൊരു ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് അതുപോലെ കമൻസ് ഒക്കെ വന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നത് പേഴ്സണലി എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് നൽകി. അതേപോലെ തന്നെ മമ്മിക്കും കുറേ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. കാരണം എല്ലാവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, പറയാൻ പോകുന്നത്, അയ്യോ എല്ലാം കൂടി ഒന്നിച്ച് അപ്ലോഡ് ചെയ്യുമെന്നൊക്കെ എന്ന് വെച്ചാൽ അതിന് എക്സൈറ്റ്മെന്റിൽ. മമ്മിക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു റിവ്യൂ റെസ്പോൺസ് ഒക്കെ കിട്ടിയത്? എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരൊക്കെ ഞാനിത് നോക്കിയിരുന്നില്ല, അവര് കണ്ടിട്ടാണ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇത് നമ്മൾ ഇട്ട് തുടങ്ങി എന്നുള്ളത്, ഇൻസ്റ്റയിൽ ഇട്ട് തുടങ്ങി എന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാനിങ്ങനെ ഇൻ്റർവ്യൂവിൽ ഇരിക്കണ കണ്ടിട്ട്. അപ്പോൾ എനിക്ക് നല്ല ഹാപ്പി ആയി, അവരൊക്കെ നമ്മളെ എൻകറേജ് ചെയ്യണ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി. അതാണ് മെയിൻ ആയിട്ടും പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് ആണെന്ന് അല്ലേ. ഈവൻ മമ്മിക്കാണെങ്കിലും ഫസ്റ്റ് വീഡിയോ, അതായത് ഇന്റർവ്യൂ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ മമ്മിക്ക് ഒരു ചമ്മൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണോ അങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ നമ്മൾ പോലും റിയലൈസ് ചെയ്യാണ്ട് ഒരുപാട് പേര് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അത് ഭയങ്കര ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു സെക്കൻഡ് സെഗ്മെന്റ് ആയിട്ട് ഞാൻ മമ്മിയോട് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, മമ്മിക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും ട്രാവലിംഗ് ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ലെഷർ ട്രിപ്പ് പോകുന്ന പോലെ അല്ല ഒരു പർച്ചേസിങ്ങിന് പോകുന്നത്. മമ്മിക്കും എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പം മമ്മി ചിലപ്പോൾ എന്നോട് ഇങ്ങനെ പോകുമ്പോൾ പറയാറുണ്ട്, ഈശ്വര കുറച്ച് നാൾ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിട്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മമ്മി ഓർക്കുന്നുണ്ടാവും നമ്മൾ വാരണാസി ട്രിപ്പ് പോയത്. അപ്പൊ കുറെ പേർക്ക് അറിയില്ല, എല്ലാവരും വിചാരിക്കുന്ന എല്ലാ സ്ഥലത്തോട്ടും വണ്ടി ചെല്ലും, നമുക്ക് കാറിലൊക്കെ ചെന്നിറങ്ങാം, എല്ലായിടത്തും ഫ്ലൈറ്റിന് പോവാം. അപ്പൊ മമ്മിക്ക് ഓർമ്മയുണ്ട് ഒരു സൈക്കിൾ റിക്ഷ. ശരിക്കും ഞാനും മമ്മി നമ്മൾ രണ്ടുപേരും കയറിയിരുന്നപ്പോ, അതായത് ഒരാൾ ഓടിച്ചുകൊണ്ട് പോകുന്നു, അതിന്റെ പിറകില് വേണം. അപ്പൊ മമ്മിക്ക് ഇതൊക്കെ കാണുമ്പോൾ മമ്മി ശരിക്കും ഇനിയും ഒരുപാട് ഇങ്ങനെയുള്ളത് ട്രാവൽ ചെയ്യണം, മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം എന്നാണോ? എന്താണ് മമ്മിയുടെ ഒരു അതങ്ങനെ? എനിക്ക് പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു അന്ന് പോയപ്പോ. എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പുകൾ, ഇങ്ങനെ ഇതുപോലെയുള്ള ബിസിനസ് ട്രിപ്പുകൾ പോണതൊക്കെ. അപ്പോൾ ശരിക്കും അത് എൻജോയ് ചെയ്തു അന്നത്തെ. ഇപ്പോഴും അത് മറക്കാൻ പറ്റില്ല റിക്ഷയിൽ പോയത്. നമുക്ക് വിഷമം തോന്നിക്കും, മനുഷ്യരാണ് റിക്ഷ ഭരിക്കുന്നത്, നമ്മളിതുവരെ കണ്ടിട്ടില്ല അങ്ങനെയൊന്നും. പിന്നെ കയറിയപ്പോഴൊക്കെ പേടിച്ചാണ് കയറിയത്. അന്ന് നമ്മൾ ആദ്യമായിട്ട് വാരണാസി പോയപ്പോൾ വലിയ ഓർമ്മയുണ്ട്, നല്ല തണുപ്പായിരുന്നു. ഡിസംബറിലാണ് നമ്മൾ പോയത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് ക്ലൈമറ്റും പല സമയത്തും പലതായിരിക്കും. പക്ഷെ നമ്മൾ എന്തോ ഇതൊക്കെ കൊണ്ടുപോയിരുന്നത്, നമ്മൾ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് അങ്ങനെയാണ് പോയത്. കോട്ടൊക്കെ കൊണ്ടുപോയിരുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ പേടിച്ചിട്ടൊക്കെ കയറിയത്. അതിൽ ആദ്യമായിട്ട് കയറിയപ്പോ ഇങ്ങനെ ഭയങ്കര തിരക്കിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിരുന്നത്. പിന്നെ നമ്മൾ ഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പ് വാരണാസി, ബനാറസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിലൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഡെവലപ്ഡ് അങ്ങനെയൊക്കെയുള്ള പട്ടും അങ്ങനെയൊക്കെ വരുന്നല്ലേ. പക്ഷെ മമ്മിക്ക് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു ഷോക്ക്. എനിക്കത് ഭയങ്കര ഒരു സങ്കടമാണ്. കാരണം ഇത്രയും വലിയ വില പിടിപ്പുള്ള ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ നെയ്യണത് ആൾക്കാരാണ്. അവരുടെ ആ സ്റ്റേറ്റ് വെരി ഫേമസ് ഫോർ എന്താ പറയുക, ഉത്തർപ്രദേശ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവരുടെ ഡെവലപ്മെന്റ് തീരെ ഭയങ്കര സ്ലോലിയാണ്. അപ്പൊ അത് കാണുമ്പോൾ നമുക്ക് ഒരു സങ്കടമാണ്. കാരണം ഇത്ര വലിയ എല്ലാരും ഇപ്പോഴും ആ വർക്കുകളിൽ മുഴുകിയിരിക്കുന്നതാണ്, എഡ്യൂക്കേഷൻ വൈസ് ഒക്കെ, പിന്നെ ഫെസിലിറ്റി വൈസ് ഒക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ തീർത്ഥാടനം അങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കും ഭയങ്കര ക്രൗഡഡ് ആണ്. അപ്പം നമ്മുടെ ഒരു ബിസിനസ് ട്രാവല്, അതല്ലെങ്കിൽ ഇങ്ങനെ പർച്ചേസിംഗ് എന്ന് പറയുന്നത് എനിക്കും ഇഷ്ടമാണ്, മമ്മിക്കും ഇഷ്ടമാണ്. ചില സമയത്ത് ചില സ്ഥലങ്ങളിലോട്ട് ഞാൻ തന്നെ പോകുമ്പോൾ പപ്പയും മമ്മിയും പോകാറുണ്ട്. ശരിക്കും നിങ്ങളൊരു റീസ്റ്റാർട്ട് പോലെയാണ് അല്ലേ, ഒരു റിട്ടയർമെന്റ് ലൈഫിൽ നിന്നുള്ള റീസ്റ്റാർട്ട് ആണ്. ശരിക്കും നമ്മളെ ബിസിനസ് ട്രിപ്പ് ആണെങ്കിലും ഇപ്പൊ നിങ്ങളുടെ കൂടെ പപ്പയും മമ്മിയും കൂടി വരുമ്പോ ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. കാരണം നിങ്ങളും കൂടി ഉള്ള കാരണം കൊണ്ട് നമുക്കൊരു ഒരു സേഫ്റ്റി ഒരു സോണാണ് നിങ്ങളുടെ കൂടെ പോരുമ്പോ. പിന്നെ നമ്മൾ എൻജോയ് ചെയ്യണം. അങ്ങനെയാണ് അങ്ങനെ പോകുമ്പോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, മമ്മിക്ക് ഇത്രയും മെറ്റീരിയൽസ് മമ്മി യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫാക്ടറീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മമ്മിയോട് ഞാൻ ചോദിക്കുവാണ്, മമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഒരെണ്ണേ പറയാൻ പറ്റുള്ളൂ, എന്തുകൊണ്ട്? കോട്ടൺ. ഓക്കെ. കാരണം നമ്മുടെ ക്ലൈമറ്റിന്, പ്രത്യേകിച്ച് കേരളത്തിലായാലും എപ്പോഴും നമുക്ക് ചൂടാണ്. ഇപ്പൊ ഡിസംബറാണ് നമ്മുടെ വിന്റർ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ഡിസംബറിലും ഇങ്ങനെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട്. പകൽ സമയത്ത് ഭയങ്കര ചൂടും രാത്രി സമയത്ത് കുറച്ച് ബെറ്റർ. പണ്ടത്തെ കാലത്തൊക്കെ ക്രിസ്മസിന് എല്ലാവരും
തണുത്ത് പറിച്ചേക്കന്നെ പാതിര കുർബാനയ്ക്ക് പോവാന്ന് പറയണു. ഇപ്പൊ എന്ത് തണുപ്പാണ് ഉള്ളത്. അപ്പൊ കോട്ടൺ ഈസ് ദ ബെസ്റ്റ്. ഞാൻ പിന്നെ എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തപ്പോഴും ഞാൻ അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ ഞാൻ അതിലിങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യുന്നതിൽ മാത്രമല്ല അത് സ്റ്റൈല് ചെയ്യുന്നതിലും ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ മമ്മി അത് ഭയങ്കര ഒരു പ്രൊഫഷണൽ വേയിൽ ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഇപ്പം മമ്മി ഇട്ടിരിക്കുന്നതെന്ന് തന്നെ പറയുന്ന ഒരു മൊഡാൾ സിൽക്കാണ്, നല്ല മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ചില ആൾക്കാർക്ക് ഇത് സ്റ്റൈൽ ചെയ്യാൻ അറിയില്ല. ഇപ്പം ഏറ്റവും ആപ്റ്റ് ആണ്, പേളാണ്, നല്ല ഭംഗിയിലുണ്ട്. അപ്പൊ അത് മമ്മിക്ക് ആ ഒരു ക്രേസ് അല്ല, ആ ഒരു ഇൻട്രസ്റ്റ് എവിടെ നിന്ന് കിട്ടി? മമ്മിയുടെ കയ്യിൽ നിന്നാണോ അതല്ലെങ്കിൽ അത് എങ്ങനെയാണ് മമ്മിയിലോട്ട്? അത് നമുക്ക് നേച്ചുറൽ ആയിട്ട് വരുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമ്മൾ പറയില്ലേ ഇപ്പൊ വരയ്ക്കാനായിട്ടുള്ള ഒരു നേച്ചുറൽ ആയിട്ടൊരു ഇൻസ്റ്റിങ്ക്റ്റ് വരാന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഇൻട്രസ്റ്റ് അല്ല, ആ ടേസ്റ്റ് ആണ് അത്. അപ്പൊ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ നോക്കിയാൽ മനസ്സിലാവുമില്ലേ, ഇത് റോസസ് ആണ് അത് മുഴുവനുള്ളത്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ലൈൻസ് പാൻറ്റും ലൈൻസ് തന്നെയാണ് അതിൻ്റെ ഇട്ടണത്. പിന്നെ അപ്പൊ ലൈൻസ് പോലത്തെ ദുപ്പട്ടയാണ് ഇട്ടണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലൂ ആൻഡ് വൈറ്റ് തീം. ഒരു മെയിൻ കളർ എപ്പോഴും ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഉണ്ട്. അത് മാത്രമല്ല ഈവൻ മമ്മിയുടെ സിസ്റ്റേഴ്സും അത് നിങ്ങളുടെ ഒരു ഫാമിലിയിലെ ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യുക. ഇപ്പൊ മമ്മിയുടെ ഏറ്റവും മൂത്ത സിസ്റ്റർ ആണെങ്കിലും 75+ ആണ്, പക്ഷെ ആള് വരുന്നത് കണ്ട ഒരിക്കലും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്കൊക്കെ എവിടെ നിന്നോ ഇത് ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതങ്ങനെ എന്തെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ പഠിച്ച കോളേജസിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആവാം, ഫാമിലി ആവാം, പക്ഷെ അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് നമുക്കെല്ലാം അവൈലബിൾ ആയിരിക്കണം. കാരണം നിങ്ങളുടെ ജനറേഷൻ വെച്ചാൽ അത്ര ഡെവലപ്ഡ് ഒന്നുമല്ല, പക്ഷെ നിങ്ങളെല്ലാവരും അത് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് മമ്മീനെ എങ്ങനെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്തു?